തെരഞ്ഞെടുപ്പ് കാലത്ത് അതിര് കടക്കുന്നുണ്ട് അധിക്ഷേപങ്ങളും സൈബർ ആക്രമണങ്ങളും. നിയമം പറയുന്നതെന്ത് നോക്കാം. ജൂറിസ്. ഇപ്പോൾ ആസന്നമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പണ്ടെങ്ങും ഇല്ലാത്ത വിധത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും കൂടുതൽ റീൽസുകളും അതുപോലെ തന്നെ ഓരോ ഷെയറിങ്ങുകളും ഒക്കെ വരികയാണ്. ഇപ്പോൾ ഒരു പോസ്റ്റുകളൊക്കെ. അപ്പോൾ അത് വരുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ ആധികാരികതയെക്കുറിച്ചോ ഇതിൻ്റെ സത്യസന്ധതയെക്കുറിച്ചോ അറിയാതെയാണ് പല ആളുകളും അത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഉണ്ടാകുന്ന നിയമത്തിൻ്റെ നൂലാമാലകൾ എന്ന് പറഞ്ഞാൽ പലപ്പോഴും വിശ്വാസയോഗ്യമല്ലാത്ത മോർഫ് ചെയ്തിട്ടുള്ള ഒക്കെയുള്ള പോസ്റ്ററുകളാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ പലരും ഷെയർ ചെയ്യും. അപ്പോൾ അത് സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള അധിക്ഷേപങ്ങളാവാം. ചിലത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിജ്ഞാപനത്തിൽ ഇപ്പോൾ ലേറ്റസ്റ്റായി വന്നത് നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ലെറ്ററിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീലുണ്ട് എന്നാണ്. അപ്പോൾ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് അന്വേഷിക്കുകയും അത് അവിടെ നടന്ന കൃത്രിമത്വത്തെക്കുറിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാതെ പലരും ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ യാഥാർത്ഥ്യമുണ്ട് എന്നും ഇല്ല എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഷെയർ ചെയ്യപ്പെട്ട ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പലപ്പോഴും വ്യക്തിഹത്യകൾ നടത്താറുണ്ട്. അപ്പോൾ അവരുടെ ഹിസ്റ്ററി എന്താണെന്നോ ആളെ എന്താണെന്നോ അന്വേഷിക്കാതെ തന്നെ അവർക്കെതിരെയുള്ള ക്രിമിനൽ ആരോപണങ്ങൾ സ്ഥാനാർത്ഥികളെക്കുറിച്ച് പറയാറുണ്ട്. അതുപോലെ സ്ഥാനാർത്ഥികളെക്കുറിച്ച് നേരിട്ട് അറിവില്ലാത്ത കാര്യങ്ങൾ പലപ്പോഴും പല ആളുകളുടെയും വ്യക്തി അധിക്ഷേപങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അത് നമ്മുടെ പഴയ ഇന്ത്യൻ പീനൽ കോഡിലും ഇപ്പോഴത്തെ BNS ഭാരതീയ ന്യായ സംഹിതയിലുമൊക്കെ ഉള്ള കുറ്റകൃത്യങ്ങൾക്ക് ഒബ്സീൻ വേർഡ്സ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരു വനിതയെക്കുറിച്ച് പറയുണ്ടായി. അതുപോലെ തന്നെ അപ്പോൾ അതിൽ വന്ന് ഇപ്പോൾ ആ പാർട്ടിക്കെതിരെ ആ വ്യക്തിക്കെതിരെ നടപടിയെടുത്തു. അതുപോലെ തന്നെ ഒബ്സീൻ വേർഡ്സ് യൂസ് ചെയ്യില്ല എന്ന് വെച്ചാൽ വാക്കുകൾ അസഭ്യ വാക്കുകൾ ഉപയോഗിക്കുക. അതുപോലെ ചില വാക്കുകൾ ഒരു പക്ഷേ അസഭ്യമാണെന്ന് പറയില്ലെങ്കിലും അത് ആ വ്യക്തിക്ക് സംഭവിക്കുന്ന മാനസികമായി അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആഘാതം ചില്ലറയായിരിക്കില്ല. അപ്പോൾ അത്തരം വാചകങ്ങൾക്ക് നിയമത്തിൻ്റെ പരിധിയിൽ ഒരു പക്ഷേ ലീഗലി സ്റ്റാൻഡ് ചെയ്യില്ല എങ്കിൽ പോലും ആ വ്യക്തികൾക്ക് ഉണ്ടാകുന്നു. ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തുള്ള ഒരു വേർഡ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആലപ്പുഴയിലെ സ്ഥാനാർത്ഥി സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്ക് തന്നെ തെറ്റായതാണ്. അപ്പോൾ സ്വാഭാവികമായും സാധാരണക്കാരായ ആളുകളിൽ നിന്ന് വരുന്ന അത്തരത്തിലുള്ള ആളുകളെ അധിക്ഷേപം ഉണ്ടാകുമ്പോൾ അത് നിയമത്തിൻ്റെ വാക്കിൽ അത് തെറ്റാകുന്നത് ഇന്ത്യൻ പീനൽ കോഡിലോ ഭാരതീയ ന്യായ സംഹിതയിലോ വകുപ്പ് പ്രകാരം അത് ഒബ്സീൻ വേർഡ്സ് ആണോ അല്ലെങ്കിൽ അസഭ്യ വാക്കാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കില്ല. പക്ഷേ അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ ചില്ലറയില്ല. അപ്പോൾ ഇവിടെ മൊറാലിറ്റിയും ലീഗലും നിയമവും ധാർമ്മികതയും ഒരുപോലെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ അത് ഒരുപക്ഷെ അതിൻ്റെ പുറകിലേക്ക് അടുത്ത കാലത്തെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ തന്നെ അറിയാം. നമ്മൾ വിജയരാഘവൻ എന്ന് പറയുന്നത് CPMൻ്റെ ലീഡർ രമ്യ ഹരിദാസിൻ്റെ പാർലമെൻറ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവരെ ലീഗിൻ്റെ ഓഫീസിൽ പോയതിനെക്കുറിച്ച് ഒരു പരാമർശം നടത്തി. അത് വളരെയധികം ഖേദകരമായ ഒരവസ്ഥയിലേക്ക് അതെത്തി. അവരെക്കുറിച്ചുള്ള വ്യക്തി അധിക്ഷേപമാണ് നടന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഇപ്പോൾ നമ്മൾ ആദ്യമായി കേട്ടത് ഒരു മുൻ മന്ത്രിയുടെ വാക്ക് പാലക്കാടിലെ സ്ഥാനാർത്ഥി രമേഷ് പിഷാരടിയെ കുറിച്ച് തന്നെ പറഞ്ഞത് കോമാളി എന്നാണ്. ഇപ്പോൾ കോമാളി എന്ന് പറയുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന വേഷങ്ങൾ പലവിധം. ഇപ്പോൾ ഈ പറയുന്ന നിയമസംഹിതയിൽ ഇതിന് കോമാളി എന്ന് പറയുന്ന വാക്ക് ഒരു നിയമപരമായി തെറ്റാണോ അല്ലെങ്കിൽ ഒബ്സീൻ വേർഡ്സ് ആണോ, ഈ ലീഗൽ ടേമിൽ ഉപയോഗിച്ചാൽ അതൊരു അസഭ്യ വാക്ക് അല്ലെങ്കിൽ ഒബ്സീൻ വേർഡ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലായിരിക്കാം. പക്ഷേ ആ വ്യക്തിയെ ഉണ്ടാക്കുന്ന ഒരു മാനസിക ആഘാതം എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പോൾ ഇത് ആളുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഷെയർ ചെയ്യുമ്പോൾ ഈ സ്വാഭാവികമായി ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ഒരാൾ പറയുന്നു, മറ്റാൾ അത് ഷെയർ ചെയ്യുന്നു. അപ്പോൾ അതുമായി ഉണ്ടാക്കുന്ന നിയമപരമായ നൂലാമാലകളും അതുപോലെ തന്നെ ധാർമ്മികമായ നൂലാമാലകളും ഒരു രാഷ്ട്രീയപരമായ നിലപാടെന്ന് പറയുന്നത് രണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടുകളെ സംബന്ധിച്ചും അവരുടെ അഭിപ്രായങ്ങളെ സംബന്ധിച്ചും അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചും വികസനം സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ഉണ്ടാകുന്നത്. പക്ഷേ അത് മാറി വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടക്കുന്നു. ആ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നടക്കുമ്പോൾ അതിലുണ്ടാകുന്ന നിയമക്കുരുക്കുകളിലേക്ക് ഒരാൾ ചെയ്ത തെറ്റിന് അത് ഷെയർ ചെയ്യുന്ന മറ്റാളുകളിലൂടെ സാധാരണക്കാരായ ഇതിൻ്റെ ചില വെട്ടുകൂട്ടങ്ങൾ എന്ന് പറയുന്ന ആളുകളും ഇതിന് ഒന്നും നോക്കാതെ തന്നെ കണ്ണും ചെമ്പി ഷെയർ ചെയ്യുന്നതാണ് വരുന്നത്. അപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൂടെ ഈ IT ആക്ട് പ്രകാരം നമുക്ക് കേസെടുക്കേണ്ട ഇതിലേക്ക് വരും. അപ്പോൾ അതിൽ ആരൊക്കെയാണോ കുറ്റക്കാരെന്ന് വെച്ചാൽ അതിൽ സാധാരണക്കാരായ അതിനെക്കുറിച്ച് തെറ്റ് മനസ്സിലാക്കാത്ത ആളുകൾ പെടും. ചിലവരത് മോർഫ് ചെയ്ത് ബോധപൂർവം ചില സൃഷ്ടികൾ ഉണ്ടാക്കുന്നുണ്ട്. അതിപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ പറയാത്തത് പറഞ്ഞുവെന്നും അതുപോലെ തന്നെ ആവശ്യപ്പെടാത്തതും അതുപോലെ പ്രഖ്യാപിക്കുന്നതുമായ പല നിലപാടുകളെക്കുറിച്ച് അതിൻ്റെ വേർഡിങ്സ് കോട്ടിങ്ങോടുകൂടി വിത്ത് ഫോട്ടോസ് ഷെയർ ചെയ്യപ്പെടുന്നു. അപ്പോൾ ആ വ്യക്തി അത് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇത്തരം കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ സംവിധാനങ്ങളൊക്കെ IT ആക്ട് പ്രകാരം നിലവിലുണ്ട്. അപ്പോൾ അത് പലപ്പോഴും വെരിഫൈ ചെയ്യാതെയാണ് ഈ സാധാരണക്കാരായ ആളുകൾ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ
ഇതിലുണ്ടാകുന്ന നിയമങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാതെ നേതാക്കളായാലും അണികളായാലും അതിലേക്ക് എടുത്തു ചാടി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുകയും അറിയാത്ത കാര്യത്തെക്കുറിച്ച് സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുന്നതാവട്ടെ, ഒരു പൊളിറ്റിക്കൽ പാർട്ടി അധിക്ഷേപിക്കുന്നതാവട്ടെ, അത് കോൺഗ്രസ് ആണെങ്കിലും മാർക്സിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ സത്യമാണെന്ന് കൃത്യമായ ബോധത്തോടെ അല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയാൽ അത് പഴയ ഇന്ത്യൻ പീനൽ കോഡിലും ഇപ്പോഴത്തെ ഭാരതീയ ന്യായസംഹിത പ്രകാരവും അതുപോലെ തന്നെ IT ആക്ട് പ്രകാരവും ഒക്കെ കേസെടുക്കാൻ ക്രിമിനൽ കുറ്റത്തിലേക്ക് വഴിവെക്കുമെന്നുള്ള കാര്യം പലപ്പോഴും പാർട്ടി പ്രവർത്തകരും മനസ്സിലാക്കുന്നില്ല, നേതാക്കന്മാരും മനസ്സിലാക്കുന്നില്ല, സ്ഥാനാർത്ഥികളും എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കുന്നില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.